നമസ്കാരം. ഭയന്ന് മുഖ്യമന്ത്രി സർക്കാർ തോറ്റു. അവർ ഇപ്പോഴും മഴയത്ത് തന്നെ. ഭരണനിർവഹണത്തിന് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന ICS രൂപം നൽകിയത് ബ്രിട്ടീഷുകാരായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ പേര് മാറ്റി അതേ മാതൃകയിൽ തന്നെ തുടർന്നതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന IAS. ICS പരീക്ഷയുടെ നിലവാരം അറിയണമെങ്കിൽ ആ പരീക്ഷ പാസ്സായിട്ടും സർവീസിൽ ചേരാതെ പോയ രണ്ട് പേരുകൾ ഓർമ്മിച്ചാൽ മതി. അതിലൊന്ന് അരവിന്ദ ഘോഷും മറ്റൊന്ന് സുഭാഷ് ചന്ദ്രബോസും. ആ പാരമ്പര്യത്തിൽ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും മൂല്യശോഷണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇന്നും ബഹുമുഖ പ്രതിഭകൾക്ക് മാത്രം അംഗമാകാൻ കഴിയുന്ന എലീറ്റ് ക്ലബ് തന്നെയാണ് IAS എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണനിർവഹണ വിവരങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മേലധികാരികളോട് മാത്രമേ പങ്കുവയ്ക്കുവാൻ പാടുള്ളൂ എന്ന കർശനമായ വ്യവസ്ഥയുണ്ടായിരുന്നു. അന്നത് ആവശ്യമായിരുന്നു. കാരണം ഒരു വിദേശ രാജ്യമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്കെതിരെയുള്ള വിവരങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിയരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിട്ടും ആ വ്യവസ്ഥകളിലൊന്നും വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നതാണ്. IAS ഉദ്യോഗസ്ഥർ ശബ്ദിക്കാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ അതിൽ പലതും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളാണ്. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദശാബ്ദത്തിന് ശേഷം അഴിമതി നാട്ടു നടപ്പാവുകയും ഇപ്പോഴത് ലക്ഷങ്ങളും കോടികളും ശതകോടികളുമായി മാറുകയും ചെയ്തതോടെ IASകാരുടെ നിതാന്ത മൗനം പലർക്കും ഒരു സൗകര്യമായി മാറിയിരിക്കുകയാണ്. ആധുനിക കാലമാണിത്. അതുകൊണ്ട് തന്നെ അവരും പരിധികൾക്കുള്ളിൽ നിന്നാണ് ചില സത്യങ്ങൾ ജനങ്ങളോട് സംവേദിക്കുന്നത്. അത്തരത്തിൽ ഇതൊക്കെ തടയാൻ പഴഞ്ചൻ ശൈലി പുലർത്തുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർ ശ്രമിക്കുമ്പോഴാണ് രാജ്യത്ത് പാറ്റകളുടെയും ഉറുമ്പുകളുടെയും ഒക്കെ കൂട്ടം ചേരൽ സംഭവിക്കുന്നത് എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ പ്രതിപാദിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ നട്ടല് വളയ്ക്കാതെയും പാദസേവ ചെയ്യാതെയും ഭരണരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മുതിർന്ന IAS ഓഫീസറായിട്ടുള്ള ഡോക്ടർ B അശോകിനും മിടുക്കനായിട്ടുള്ള യുവ IAS ഓഫീസർ N പ്രശാന്തിനും സസ്പെൻഷനിൽ തന്നെ തുടരേണ്ടി വരുന്ന സാഹചര്യത്തെ ഓർത്തുകൊണ്ടാണ്. അവർ ഇനിയും ഇതേ സസ്പെൻഷനിൽ തന്നെ ഇനിയും തുടരേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മുൻ സർക്കാരാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. അവരെ ഒന്നാകെ തന്നെ ജനങ്ങൾ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും ഇവരെ ഇപ്പോഴും വീട്ടിൽ കയറ്റാതെ മഴയത്ത് നിർത്തിയിരിക്കുന്ന ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിലായാൽ പോലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നുവെങ്കിൽ അതിന് ലഭിക്കുന്ന ജനസ്വീകാര്യത പ്രത്യേകിച്ചും പുതുതലമുറയുടെ ഇടയിൽ എത്ര വലുതാകുമായിരുന്നു എന്ന് നോക്കുക. 102 സീറ്റ് നൽകിയിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാൻ 11 ദിവസം താമസിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ അസ്വസ്ഥത ഭരണാധികാരികൾ മറക്കരുത്. ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുക്കുവാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു. അത് വെച്ച് താമസിപ്പിച്ച് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെ ആക്കിയത് ഈ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് ഭൂഷണമല്ല എന്ന് പറയട്ടെ. മാധ്യമങ്ങളിൽ വന്ന ഈ രണ്ട് നേതാക്കന്മാരുടെയും അഭിമുഖങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് UDFന്റെ വൻ വിജയം എന്ന് പറയപ്പെടുന്നത്. തുടർച്ചയായിട്ട് ഭരണം കിട്ടുന്നവർക്ക് ഫാസിസ്റ്റ് മനോഭാവം വർദ്ധിക്കുന്നു എന്ന് ഡോക്ടർ അശോക് പറഞ്ഞുവെങ്കിൽ പോലും അനുഭവത്തിലൂടെയും വാക്പ്രയോഗങ്ങളിലൂടെയും ജനങ്ങൾ അത് മനസ്സിലാക്കിയതാണ്, അല്ലെങ്കിൽ അതിന്റെ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതാണ് എന്ന് പറയേണ്ടിയിരിക്കും. സത്യം പറയുന്നവരെ ഏകാധിപത്യ ശൈലിയുള്ളവർ ക്രൂശിക്കുന്നത് നിയമവും ചട്ടവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടാവും. ആ വഴിയിലൂടെ തന്നെ UDF സർക്കാരും നീങ്ങുകയാണ് എന്ന തോന്നൽ തുടക്കത്തിലെ സൃഷ്ടിക്കരുത്. അത് നിങ്ങളുടെ മുഖച്ഛായ തന്നെ വികൃതമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ എന്തു വന്നാലും നേരിടാൻ കരുത്തുള്ള ചങ്കൂറ്റമുള്ള ഒരു നേതാവാണ് VD സതീശൻ എന്നുള്ള ഒരു ചിന്തയാണ് പൊതുസമൂഹത്തിൽ നിന്ന് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളൊരു തീരുമാനം ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ജനങ്ങളുടെ നേതാവാണ് നിങ്ങളൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ വക്താവ് മാത്രമല്ല. അങ്ങനെ നിങ്ങൾക്കൊരു ഗ്രൂപ്പുമില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കഴിയാതായി പോയത് കൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഗ്രൂപ്പുകൾ വേണ്ട, താങ്കൾ ഭരിക്കാൻ ശ്രമിക്കൂ. ഇങ്ങനെ ഭയന്ന് ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നത് തന്നെ സർക്കാർ തോറ്റുപോകുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അപ്പോഴും ചിലരൊക്കെ ഇപ്പോഴും മഴയത്ത് തന്നെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യവും വളരെ കൃത്യമാണ്. പക്ഷെ അതൊന്നുകൂടി ശ്രമിക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം ഈ IASകാർ ഗുണമുള്ളവരാണ്, അവരൊരിക്കലും സർക്കാരിന് ദോഷം ചെയ്യുന്നവരല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ അവരെ മടക്കിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക.